ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണോ? നിങ്ങൾ വളരെ നാളായിട്ട് നിങ്ങളുടെ ചാനലിലെ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണോ? എന്നിട്ടും നിങ്ങളുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ലേ? എങ്കിൽ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന ഈ ജെനുവിൻ ട്രിക്ക് നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വളരെ ഈസി ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പലരും നമ്മുടെ ചാനൽ തുടങ്ങി 1 ഇയർ ആയി, അവർക്ക് ഇതുവരെയും സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതുവഴി നമുക്ക് മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്ന ഈ ജെനുവിൻ ട്രിക്ക് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ്, അതും ജെനുവിൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നതാണ്. അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. അതിൽ 5 പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരേ കണ്ടന്റിൽ തന്നെ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തു വരികയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലിലെ കണ്ടന്റ്, നിങ്ങൾ എന്ത് കണ്ടന്റാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ കണ്ടന്റിനെ പറ്റി കൂടുതൽ വിവരിച്ചുകൊണ്ടും നിങ്ങളെ പറ്റി കൂടുതൽ പറഞ്ഞുകൊണ്ടും നിങ്ങൾ ഒരു ഷോർട്ട് വീഡിയോ തയ്യാറാക്കുക. ആ ഷോർട്ട് വീഡിയോ നിങ്ങളുടെ ചാനലിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഷെയർ ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു വീഡിയോ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ വീഡിയോ കാണാൻ ഇടയാവുകയും അതുവഴി നിങ്ങൾക്ക് ജെനുവിൻ സബ്സ്ക്രൈബേഴ്സ് ലഭിക്കുകയും ചെയ്യും. അല്ലാതെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പർട്ടിക്കുലർ വീഡിയോ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യാതിരിക്കുക. അതുവഴി നമുക്ക് ജെനുവിൻ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചാനലിന്റെ റീച്ചോ ഒന്നും തന്നെ കൂടുകയില്ല. ഇനി രണ്ടാമത്തെ പോയിന്റിനെ പറ്റി പറയാം. രണ്ടാമത്തെ പോയിന്റും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഷോർട്സിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഷോർട്സ് ക്രിയേറ്റേഴ്സിനെയാണ്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഒരു തുടക്കക്കാരാണ് എങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസ് ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതേ കാറ്റഗറിയിൽപ്പെട്ട ഷോർട്സ് 2 എണ്ണമെങ്കിലും ഒരു ദിവസം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഒരിക്കലും നിങ്ങൾ കാറ്റഗറിയിൽ നിന്നും മാറ്റം വരുത്താനായിട്ട് പാടില്ല. ഇനി മൂന്നാമത്തെ പോയിന്റിനെ പറ്റി പറയാം. രണ്ടാമത്തെ പോയിന്റും മൂന്നാമത്തെ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിന് കാരണം, നിങ്ങൾ എത്ര വലിയ ക്രിയേറ്റേഴ്സും ആയിക്കോട്ടെ അല്ലെങ്കിൽ എത്ര നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സും ആയിക്കോട്ടെ, നിങ്ങൾ കാറ്റഗറിയിൽ നിന്നും മാറ്റം വരുത്താതെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും മിക്സ് കണ്ടന്റ് ഉൾപ്പെടുത്തി നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസിൽ നിങ്ങൾ കുക്കിംഗ് വീഡിയോസ് ആണ് ചെയ്യുന്നത് എങ്കിൽ അതിനിടയിൽ നിങ്ങൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഇട്ടു, നാളെ നിങ്ങൾ അതൊരു ഡാൻസ് ഇട്ടു, അതിനുശേഷം മറ്റൊരു എഡ്യൂക്കേഷണൽ വീഡിയോസ് ഇട്ടു. ഇങ്ങനെ മിക്സ് കണ്ടന്റ് ഒരിക്കലും നിങ്ങളുടെ ഷോർട്ട് വീഡിയോസിൽ ഇടാതിരിക്കുക. അതുപോലെ തന്നെയാണ് ലോങ് വീഡിയോസിന്റെ കാര്യം. ഇനി നാലാമത്തെ പോയിന്റിനെ പറ്റി പറയാം. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരും ആയിക്കോട്ടെ, നിങ്ങളുടെ കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ യൂട്യൂബിൽ റീച്ചായി നിൽക്കുന്ന മറ്റ് ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അവരവരുടെ ചാനലിൽ ഡെയിലി എന്ത് കണ്ടന്റ് ആണോ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ചാനലിൽ ഏത് വീഡിയോസിനാണോ ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചത് ആ വീഡിയോസ് നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി അഞ്ചാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള മറ്റൊരു പോയിന്റിനെ പറ്റി പറയാം. നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ സെറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ അതായത് നിങ്ങളുടെ വീഡിയോ ഷോർട്ട് ഫീഡിലൂടെ മറ്റൊരു വ്യൂവറിന്റെ ഹോം പേജിലേക്ക് എത്തുമ്പോൾ അവർ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു വ്യൂവർ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ അതുവഴി നമ്മുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടിക്കഴിഞ്ഞാലേ നമ്മുടെ ചാനൽ പതിയെ പതിയെ നമുക്ക് റീച്ചാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇംപ്രസീവ് ആയിട്ടുള്ള ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നാലും, അത് ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ, ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക.
ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചാനലിൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വർദ്ധിപ്പിച്ച് നിങ്ങളുടെ ചാനൽ റീച്ചാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതുപോലെ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.